ഈവനിങ് ഓൾ. നമ്മൾ ഇന്ന് PHP-യുടെ മറ്റൊരു PYQ ഡിസ്കഷൻ സെഷനാണ് ചെയ്യുന്നത്. PYQ ഡിസ്കഷനിൽ കേരള PSC-യിൽ ഇത്രയും കാലത്തിനിടയ്ക്ക് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഏകദേശം 20+ ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമുക്ക് PSC-യിൽ ചോദിച്ചിട്ടുള്ളത്. കാരണം എല്ലാ എക്സാമുകളിലും അങ്ങനെ ചോദിക്കുന്ന ഒരു ഏരിയ അല്ല PHP. അതുകൊണ്ട് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേങ്കിൽ ഞാൻ സാധാരണ ചൂസ് ചെയ്യാറുള്ള കുറെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഔട്ട്സൈഡ് ഫ്രം കേരള PSC ഉണ്ട്. അഥവാ രാജസ്ഥാൻ PSC, ബീഹാർ PSC-യിലേക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ അവൈലബിൾ ആണ്. അപ്പം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ കളക്ട് ചെയ്ത കുറെ ക്വസ്റ്റ്യൻസ് കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു PYQ ഡിസ്കഷൻ ആണ്. അതിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഡിസ്കഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. പിന്നെ in PHP, a function which starts with the double underscore is double underscore which start ചെയ്യുന്ന ഫംഗ്ഷനെ PHP-യിൽ എന്താ നമ്മൾ പറയുന്നത് വെച്ചുള്ളത് എന്തായിരുന്നു? മാജിക് ഫംഗ്ഷൻ എന്ന് പറയും അല്ലെ. മാജിക് ഫംഗ്ഷന്റെ പ്രത്യേകത നമുക്കറിയാം. മാജിക് ഫംഗ്ഷൻ ഒക്കെ എങ്ങനെയാണ്? ഡബിൾ അണ്ടർസ്കോറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ മാജിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്ക് മാജിക് ഫംഗ്ഷനും ഉണ്ട്, അതേപോലെ മാജിക് കോൺസ്റ്റന്റ്സും ഉണ്ട്. രണ്ടും നമ്മൾ മാറിപ്പോയത്. ഞാനിവിടെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എ ആണ് ആൻസർ വരുന്നതിന്റെ ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇവിടെ മാജിക് കോൺസ്റ്റന്റ്സ് ഉണ്ടല്ലേ, ഒന്ന് വായിച്ചു നോക്കുക. ഓൾവേസ് സ്റ്റാർട്ട് ആൻഡ് എൻഡ് വിത്ത് ഡബിൾ അണ്ടർസ്കോർ അല്ലേ. അതിന് എക്സാമ്പിൾസ് കൊടുത്തിട്ടില്ലേ. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. മാജിക് കോൺസ്റ്റന്റ്സും മാജിക് ഫംഗ്ഷൻസും. സോറി, താഴെ കൊടുത്തിട്ടുള്ളത് മാജിക് ഫംഗ്ഷൻസ് ആണ്, കോൺസ്റ്റൻസ് അല്ല. രണ്ടാമത് വീണ്ടും മാജിക് കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഹെഡിൽ കൊടുത്തിട്ടുള്ളത് മാജിക് ഫംഗ്ഷൻസ് ആണ്. അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പൊ മാജിക് കോൺസ്റ്റൻസ് ആണെങ്കിൽ ഫസ്റ്റത്തത് ഓൾവേസ് സ്റ്റാർട്ട് ആൻഡ് എൻഡ് വിത്ത് ഡബിൾ അണ്ടർസ്കോർ ആണ്. രണ്ട് അണ്ടർസ്കോറിൽ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും, രണ്ട് അണ്ടർസ്കോറിൽ എൻഡ് ചെയ്യുകയും ചെയ്യുന്ന അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? മാജിക് കോൺസ്റ്റന്റ് എന്ന് പറയാം. അപ്പൊ കോൺസ്റ്റന്റ് ആണ്, അത് ഫംഗ്ഷൻ അല്ല. അതിന് എക്സാമ്പിൾ ആണല്ലേ ലൈൻ, ഫയൽ, dir, അഥവാ ഡയറക്ടറി, ക്ലാസ്, മെത്തേഡ്. ഇതൊക്കെ എന്താണ്? ഈ മെത്തേഡിനും സ്റ്റാർട്ടിങ്ങിൽ ഡബിൾ അണ്ടർസ്കോർ ഉണ്ട്. ഇവിടെ പോയതാണ്. അപ്പൊ നോക്കുക, ഇതിനൊക്കെ നോക്കുക, എല്ലാത്തിനും സ്റ്റാർട്ടിങ്ങിൽ രണ്ട് അണ്ടർസ്കോർ ഉണ്ട്, ഡബിൾ അണ്ടർസ്കോർ ഉണ്ട്, അതേപോലെ എൻഡിങ്ങിലും ഉണ്ട് അല്ലെ. അതിനെയാണ് നമ്മൾ മാജിക് കോൺസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി മാജിക് ഫംഗ്ഷൻ എന്താണ്? താഴെ മാജിക് ഫംഗ്ഷൻ ആണ്, മാറിപ്പോയതാണ്, കോൺസ്റ്റൻസ് അല്ല, മാജിക് ഫംഗ്ഷൻ ആണ്. മാജിക് ഫംഗ്ഷന്റെ പ്രത്യേകത ആൾവേസ് സ്റ്റാർട്ട് വിത്ത് ഡബിൾ അണ്ടർസ്കോർ. അപ്പൊ ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കണേ. സ്റ്റാർട്ട് ആൻഡ് എൻഡ് വിത്ത് ഡബിൾ അണ്ടർസ്കോർ അല്ല, സ്റ്റാർട്ടിങ്ങിൽ മാത്രമേ ഡബിൾ അണ്ടർസ്കോർ ചെയ്തിട്ടുണ്ടാവുള്ളൂ, മാജിക് ഫംഗ്ഷൻ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ അതിന് എക്സാമ്പിൾസ് ആണ് കൺസ്ട്രക്ട്, അതേപോലെ ഡിസ്ട്രക്ട്, സ്ലീപ്പ്, വേക്കപ്പ്, ക്ലോണ്, അതേപോലെ കൺസ്ട്രക്ട് ഇവിടെ ബ്രാക്കറ്റ് ഉണ്ട്. അപ്പം ഇത് നിങ്ങൾ ലോജിക്കലി ഇത് മനസ്സിലാക്കുക, നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ചെറിയ മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട്, ഏരിയയിൽ വന്ന മിസ്റ്റേക്ക് ആണ്. അപ്പൊ മാജിക് കോൺസ്റ്റൻസ്, മാജിക് ഫംഗ്ഷന് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. മാജിക് കോൺസ്റ്റൻസിന് സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും ഡബിൾ അണ്ടർസ്കോർ ആണ്, അതേപോലെ അതിന് ബ്രാക്കറ്റ് ഒന്നും ഉണ്ടാവില്ല അല്ലെ. അപ്പൊ അതിന് എക്സാമ്പിൾസ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ പഠിച്ച നമ്മുടെ മെറ്റീരിയൽ ഉണ്ട്. ലൈന്, ഫയല്, dir, ക്ലാസ്, മെത്തേഡൊക്കെ എന്താണ്? മാജിക് കോൺസ്റ്റൻസിന്റെ എക്സാമ്പിൾ ആണ്. മാജിക് ഫംഗ്ഷൻസും അതേപോലെ കുറെ ഫംഗ്ഷൻസ് ഉണ്ട്. നമുക്ക് 1-2 പ്രാവശ്യം എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന ഒരു ക്വസ്റ്റ്യനിൽ വേക്കപ്പ് തന്നിട്ട് വേറെ 3-4 ഓപ്ഷൻസ് തന്നിട്ട് നമ്മൾ ചോദിച്ചിട്ടുണ്ട് ഏതാണ് മാജിക് ഫംഗ്ഷൻ അല്ലെ. അപ്പൊ മാജിക് ഫംഗ്ഷൻസ് ആണ് താഴെ കൊടുത്തുള്ളത്. അത് ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് ഡബിൾ അണ്ടർസ്കോർ. എന്തായിരിക്കും? ക്ലോസ് ബ്രാക്കറ്റ് ഉണ്ടാവും. ഓക്കെ, സോ ഡൗട്ട് ഇല്ലല്ലോ. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഡബിൾ അണ്ടർസ്കോറിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഫംഗ്ഷൻസ് നമ്മൾ മാജിക് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് വേർഷൻ ഓഫ് ദ PHP ഇൻട്രൊഡ്യൂസ്ഡ് ട്രൈ ക്യാച്ച് എക്സെപ്ഷൻ? ഇതൊക്കെ ബീഹാർ PSC-യിൽ ചോദിച്ചിട്ടുള്ളതാണ്. ബീഹാർ PSC-യിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ഓർക്കണം, അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ലെക്ചർ ലെവലിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ സിമ്പിൾ ആയി തോന്നും. ഇന്നത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് കൂടുതൽ ഇതിൽ ചോദിക്കാറുള്ളത്. പിന്നെ കുറച്ചും കൂടെ ടെക്നിക്കൽ ആയിട്ടുള്ള പോസ്റ്റുകളാണെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ടീച്ചിങ് പോസ്റ്റുകൾക്കൊക്കെ കുറച്ചും കൂടെ നോർമലി കണ്ടുവരാറുള്ളത് ഒരു ബേസിക് അല്ലെങ്കിൽ ആവറേജ് ലെവൽ. കുറെ എന്താ ടഫ് ആയിട്ടുള്ള ലെവലിൽ സാധാരണ ചോദിക്കാറില്ല. കുറച്ചും കൂടെ ടെക്നിക്കൽ ആയിട്ടുള്ള പോസ്റ്റുകളാണെങ്കിൽ, അഥവാ നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ ടൈപ്പ് പോസ്റ്റുകളാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾ തൊട്ട് പിന്നെ പ്രോഗ്രാമർ എഴുതിയിട്ടുണ്ടെങ്കിൽ അഥവാ സിസ്റ്റം അനലിസ്റ്റ് ഒക്കെ വന്നപ്പോൾ അതിലൊക്കെ കുറച്ചും കൂടെ ഹൈ പൊസിഷനാണ്. മാത്രമല്ല കുറച്ചും കൂടെ ടെക്നിക്കലാണ്, ടീച്ചിങ് അല്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള പോസ്റ്റുകളിലൊക്കെയാണ് കുറച്ചും കൂടെ ട്രിക്കി ആയിട്ടുള്ള കോഡുകൾ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുക. നോർമലി ടീച്ചിങ് അല്ലെങ്കിൽ ഇതേപോലത്തെ ഇപ്പൊ നമുക്ക് ICT ആണല്ലോ, അതൊക്കെ ടീച്ചിങ്ങിൽ വരുന്നതായതുകൊണ്ട് ഇതിനൊക്കെ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ചാൽ മതി. അപ്പൊ നമുക്ക് വിച്ച് വേർഷൻ ഓഫ് ദ PHP ഇൻട്രൊഡ്യൂസ്ഡ് ട്രൈ ക്യാച്ച് എക്സെപ്ഷൻ? ട്രൈ ക്യാച്ച് അഥവാ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗിലാണ് ട്രൈ ക്യാച്ച് ഉള്ളത്.
ട്രൈയും ക്യാച്ചും യൂസ് ചെയ്യുന്നത് എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. സോ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് അഥവാ ഏതിലാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, ഏത് വേർഷനിലാണ് PHP-യുടെ. PHP 4 ഉണ്ട്, 5 ഉണ്ട്, 5.3 ആക്ച്വലി വേർഷൻ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വേർഷൻ അല്ല, അഥവാ അതില് പുതിയതായിട്ടുള്ള ഫീച്ചേഴ്സ് ഒന്നും വന്നിട്ടില്ല. അതേപോലെ തന്നെ PHP 6 ഒക്കെ വേർഷൻസ് ഉണ്ട്. പക്ഷെങ്കിൽ നമ്മൾ ഏറ്റവും മേജർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് വന്ന വേർഷൻസ് പറയുമ്പോൾ നമുക്ക് വരുന്നത് 3ഉം 4ഉം 5ഉം 7ഉം 8 ഒക്കെയാണ്. ഓക്കെ, സോ ഇവിടുത്തെ ആൻസർ വരുന്നത് വേർഷൻ 5 ആണ്. PHP 5 എന്ന് പറഞ്ഞ വേർഷനിലാണ് ട്രൈ ക്യാച്ച് എക്സെപ്ഷൻസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നോക്കുക, നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കണ്ടു, മാജിക് കോൺസ്റ്റൻസും മാജിക് ഫംഗ്ഷനും നമ്മൾ പഠിച്ചു. അവിടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, ട്രൈ ക്യാച്ച് അഥവാ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ഏത് വേർഷനിലാണ്, PHP-ന്റെ ഏത് വേർഷനിലാണ് വരുന്നത്. ഇവിടെ നമ്മൾ PHP 5 എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ കുറച്ച് വേർഷൻസും അതിലെ മേജർ ആയിട്ടുള്ള ഫീച്ചേഴ്സും പറഞ്ഞിട്ടുണ്ട്. മേജർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് വന്ന വേർഷൻസ് മാത്രമേ ഇവിടെ പറഞ്ഞുള്ളൂ. ഇത് മാത്രമല്ല, വേറെ കുറെ വേർഷൻസ് ഉണ്ട്. അപ്പൊ PHP വേർഷൻ 3 നോക്കുക, ഫസ്റ്റ് എഡിഷൻ ഫോർ കൊമേഴ്ഷ്യൽ യൂസ് ആണ്. അഥവാ PHP 1 ഉം 2 വേർഷൻസ് ഉണ്ട്. അതൊന്നും പബ്ലിക്കലി കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുണ്ടായിരുന്ന യൂസേഴ്സിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്ന വേർഷൻസ് അല്ല. കൊമേഴ്ഷ്യൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്ത വേർഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് യൂസിന് വേണ്ടി ഫസ്റ്റ് എഡിഷൻ ആയിട്ട് വരുന്ന ഏതാണ്, PHP 3 ആണ്. അത് ആ ഒരു കാര്യം മൈൻഡിൽ വെക്കുക. PHP 4 സെന്റ് എഞ്ചിൻ എന്ന് പറഞ്ഞ എഞ്ചിന് വരുന്നത്, അഥവാ അത് JIT. ഇപ്പൊ PHP 8 നോക്കിയത് കാണാം, ഒരുപാട് JIT കമ്പൈലർ ഉണ്ട്. കമ്പൈൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ JIT കമ്പൈലർ വരുന്നതിന് മുന്നേ കമ്പൈൽ ചെയ്തിട്ടുണ്ടായിരുന്ന എഞ്ചിനാണ് സെന്റ് എഞ്ചിൻ. ഈ സെന്റ് എഞ്ചിൻ PHP 4 എന്ന് പറയുന്ന വേർഷനിലുള്ള സെന്റ് എഞ്ചിന് എന്താണ് സെന്റ് എഞ്ചിൻ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. അത് കമ്പൈലേഷനും വേണ്ടിയിട്ട് കമ്പൈലേഷനും അതായത് പ്രീപോസിംഗ് ഒക്കെ ചെയ്യുന്നത്, അഥവാ എക്സിക്യൂഷൻ ചെയ്യുന്നത് സെന്റ് എഞ്ചിനിലൂടെ ആയിരിക്കും വേർഷൻ 4 മുതൽ. അതേപോലെ സെഷൻ സപ്പോർട്ട് ചെയ്യുന്നത്, സെഷൻ കുക്കി ഉണ്ടല്ലോ, അതിൽ സെഷനൊക്കെ PHP 4 മുതലാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അഥവാ PHP 3 എന്തില്ല, സെഷൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് വന്നിട്ടില്ല, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. അതേപോലെ PHP 5 എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് വരുന്നത്. PHP 7 സ്കാലർ ടൈപ്പ് ഡിക്ലറേഷൻ. സ്കാലർ ടൈപ്പിൽ നമുക്കറിയാം ബൂളിയനും സ്ട്രിങ്ങും ഇവിടെ പറഞ്ഞിട്ടില്ലെങ്കിലും ബൂളിയൻ സ്ട്രിങ്ങും മാത്രമല്ല അല്ലെ, ഇൻഡും ഫ്ലോട്ട് ഒക്കെ സ്കാലറിൽ വരുന്നത്. ഇൻഡ്, ഫ്ലോട്ട്, ബൂളിയൻ സ്ട്രിങ്, നിങ്ങൾ ഡാറ്റ ടൈപ്പ് നമ്മൾ പഠിച്ച സമയത്തുള്ള ആ ഒരു PPT നോക്കിയാൽ കാണാൻ പറ്റും. പക്ഷെങ്കിൽ ബൂളിയനും സ്ട്രിങ്ങും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് PHP-യുടെ 7 എന്ന് പറഞ്ഞ വേർഷനിലാണ്. മാത്രമല്ല നമ്മളെ നൾ കോൾസിംഗ് എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ ആണ് ഈ 2 ക്വസ്റ്റ്യൻ മാർക്കുള്ളത്. അതേപോലെ തന്നെ നോക്കുക, ലെസ് ദാൻ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ മാറിപ്പോയത്. ഇതിന് ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ഇനി വരുന്നുണ്ട്, രാജസ്ഥാൻ PSൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. പക്ഷെ ഇവിടെ മാറിപ്പോയത് ഇത് ഇവിടെ തന്നെ നിങ്ങൾക്ക് കിട്ടും ഇതിന്റെ ആൻസർ. ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എന്താവുന്നുണ്ട് ഇത് നോക്കുക. ഇത് എന്താണ്, സ്പേസ് ഷിപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്പറേറ്റർ ആണ്. നമ്മള് ഇതൊരു ലെസ് ദാനും ഒരു ഗ്രേറ്റർ ദാനും നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ, ലെസ് ദാൻ ഇടുന്നു ഗ്രേറ്റർ ദാൻ ഇടുന്നു, അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നോട്ട് ഈക്വൽ ടു ആണ് നമുക്ക് അല്ലെ. നോട്ട് ഈക്വൽ ടു നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് 2 രീതിയിലുണ്ട്. ഒന്ന് എക്സ്ക്ലമേഷൻ നോട്ട് എഴുതിയാണ്ട് എക്സ്ക്ലമേഷൻ ഇടുക, ഈക്വൽ ടു കഴിഞ്ഞാൽ നോട്ട് ഈക്വൽ ടു ആണ്. അതേപോലെ തന്നെ നോട്ട് ഈക്വൽ ടു നമുക്ക് വേറെ രീതിയിൽ എഴുതാൻ പറ്റുന്നതാണ് ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ. ഇവിടെ ലെസ് ദാൻ ഗ്രേറ്റർ ദാന്റെ ഇടയിൽ ഈക്വൽ ടു വന്നിട്ടുണ്ട്. അതും വാലിഡ് ആയിട്ടുള്ള ഓപ്പറേറ്റർ ആണ് ഇൻ PHP അല്ലെ. PHP-യിൽ അത് വാലിഡ് ആയിട്ടുള്ള ഓപ്പറേറ്റർ ആണ്. അതിന് നമ്മൾ സ്പേസ് ഷിപ്പ് ഓപ്പറേറ്റർ എന്ന് പറയും. സ്പേസ് ഷിപ്പ് എന്താ ചെയ്യുന്നതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. നമ്മളെ കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സിനെ പോലെ ആക്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. നോക്കുക, PHP 7 സ്കാലർ ടൈപ്പ് ഡിക്ലറേഷൻ ആയിട്ടുള്ള ബൂളിയൻ സ്ട്രിംഗ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. നൾ കോൾസിംഗ് എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ സ്പേസ് ഷിപ്പ് ഓപ്പറേറ്ററും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി PHP 8 വേർഷൻ നോക്കുകയാണെങ്കിൽ അവിടെയാണ് JIT ജസ്റ്റ് ഇൻ ടൈം കമ്പൈലർ എന്ന് പറഞ്ഞ കമ്പൈലർ വരുന്നത്. ഓക്കെ, അതേപോലെ യൂണിയൻ ടൈപ്പ്. അപ്പൊ നിങ്ങൾ ഇതുവരെ പഠിക്കാത്ത കുറച്ച് കാര്യങ്ങളായിരിക്കും ഒരുപക്ഷെ ഇന്നത്തെ PPT-യിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അതും കൂടെ നിങ്ങൾ പഠിച്ചു പോവുക. ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഇതൊക്കെ നല്ല പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് ഞാൻ ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻ ഇല്ല, അതൊക്കെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഞാൻ വീണ്ടും പറയുന്നത്, ഇത് ബീഹാർ PSC അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 35 മുതൽ 40 വരെയുള്ള ക്വസ്റ്റ്യൻസിലാണ് ഫസ്റ്റ് 6 വരുന്നത്. പിന്നെ സിസ്റ്റം അനലിസ്റ്റ്, പ്രോഗ്രാമർ, കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ഇങ്ങനെയുള്ള എക്സാമ്പിളൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ഡിസ്കഷൻ സെഷനിൽ ഡിസ്കസ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഇതിന്റെ ഒരു രീതി മനസ്സിലാക്കുക. ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് വരാം. ഇതൊക്കെ ഈ ഒരു രീതിയിൽ കൂടെ ക്വസ്റ്റ്യൻസ് പഠിച്ചു വെക്കുക. JIT കമ്പൈലറും യൂണിയൻ ടൈപ്പും PHP 8 അത് മാത്രമല്ല, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് മാത്രമേ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. വേറെ ഫീച്ചേഴ്സ് ഉണ്ടാവും. അതേപോലെ 8.1 ഫൈബേഴ്സ് അഥവാ കൺകറൻസി ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ഫൈബേഴ്സ് എന്നൊരു കോൺസെപ്റ്റ് വരുന്നത് 8.1 അതേപോലെ DNF ഡിസ്ജങ്റ്റീവ് നോർമൽ ഫോം എന്ന് പറയും. ഈ പ്രെഡിക്കേറ്റ് ലോജിക് ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പഠിക്കുന്നതാണ്. ഇനി ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അതൊക്കെ ലോജിക്കുമായിട്ട് ബന്ധപ്പെട്ടാണ്, പ്രെഡിക്കേറ്റ് ലോജിക്കുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഡിസ്ജങ്ഷൻ നോർമൽ ഫോം ഉണ്ട്, അതേപോലെ കൺജങ്ഷൻ നോർമൽ ഫോം ഒക്കെ ഉണ്ട്. അപ്പൊ DNF-ന്റെ ടൈപ്സിന് ഫസ്റ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 8.2 അതേപോലെ റീഡ് ഓൺലി ക്ലാസ് അത് അണ്ടർലൈൻ ഇട്ടിട്ട് മനസ്സിലാക്കി വെക്കുക. അഥവാ ഏത് വേർഷനിലാണ് റീഡ് ഓൺലി ക്ലാസ് വന്നിട്ടുള്ളത്.
അതേപോലെ ലാസ്റ്റ് നോക്കുക 8.4 ഉള്ളതും ഇതും ഇമ്പോർട്ടന്റ് ആണ്. ലേസി ഒബ്ജക്റ്റും HTML5 സപ്പോർട്ട് ചെയ്യുന്നതും 8.4 മുതലാണ്. അഥവാ ലേസി ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞ ടൈപ്പ് ഓഫ് ഒബ്ജക്റ്റ് വരുന്നതും HTML5 വേർഷനെ സപ്പോർട്ട് ചെയ്യുന്നതും 8.4 അപ്പൊ ആ ഒരു കാര്യം കൂടെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ എന്താണ് ഈ ലേസി ഒബ്ജക്റ്റ്? ലേസി ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഈ നമ്മൾ ഈ കൺസ്ട്രക്ടർ നിങ്ങൾക്ക് അറിയാം അല്ലെ. കൺസ്ട്രക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ക്ലാസിന്റെ അതേ നെയിമിൽ തന്നെ നമ്മൾക്ക് ഒരു മെത്തേഡ് ഉണ്ടാക്കാം. അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ക്ലാസ്സിലുള്ള ഡാറ്റ മെമ്പേഴ്സിനെ ഇനീഷ്യലൈസ് ചെയ്യാൻ പറ്റും അല്ലെ. അതിനെ ഇനീഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്തിട്ട് നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാല്യൂസ് ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാനും ഡിസ്പ്ലേ ചെയ്യാനൊക്കെ പറ്റും അല്ലെ. എനിവേ നമ്മൾ ഒരു ക്ലാസ്സിലുള്ള ഡാറ്റ മെമ്പേഴ്സിനെ ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് കൺസ്ട്രക്ടർ. ആ കൺസ്ട്രക്ടറിൽ നമ്മൾ ഇനീഷ്യലൈസേഷൻ എപ്പോഴാണ് നടക്കുള്ളൂ, ലേസി ഒബ്ജക്റ്റ് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക അതിനെ ആക്സസ് ചെയ്യുമ്പോഴാണ്. ഇനീഷ്യലൈസേഷൻ ചെയ്യുമ്പോഴല്ല, അതിനെ ആക്സസ് ചെയ്യുമ്പോഴാണ് ആ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആവുന്നത്. അപ്പൊ അങ്ങനെ പഠിച്ചു വെക്കുക. അൺടിൽ ആക്സസ് ഇനീഷ്യലൈസേഷൻ ഒക്കർ ചെയ്യുന്നത്. ഓക്കെ, അൺടിൽ ആക്സസ് ചെയ്യുന്നത് വരെ ഇനീഷ്യലൈസേഷൻ നടക്കില്ല. ഇനീഷ്യലൈസേഷൻ നടക്കുമ്പോഴാണ്, ആക്സസ് ചെയ്യുമ്പോഴാണ്. അതാണ് ലേസി ഒബ്ജക്ട് എന്ന കോൺസെപ്റ്റ്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 8.4 അതേപോലെ HTML5 നിങ്ങൾക്ക് അറിയാലോ, HTML ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ആണ്. അത് സപ്പോർട്ട് ചെയ്യുന്നതും PHP 8.4 മുതലാണ്. അഥവാ PHP 8.4 വേർഷൻ സപ്പോർട്ട് ചെയ്യുന്ന എഡ്ജിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, HTML5 ബേസ് ചെയ്തിട്ടുള്ള HTML കോഡ് വെച്ചിട്ടുള്ള PHP കോഡ് ചെയ്താൽ പറ്റും. നമുക്കറിയാം PHP കോഡിൽ എന്ത് വരും, HTML ടാഗുകൾ വരുമല്ലോ. അപ്പൊ HTML5 ഒരുപാട് പുതിയതായിട്ടുള്ള ടാഗുകൾ ഉണ്ട്. അപ്പൊ ആ ടാഗുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ആ ഒരു PHP നമ്മുടെ എഞ്ചിൻ, നമ്മുടെ സിസ്റ്റത്തിൽ അവൈലബിൾ ആയുള്ള PHP റൺ ചെയ്യുന്ന, പ്രീ പ്രോസസ് ചെയ്യുന്ന, എക്സിക്യൂട്ട് ചെയ്യുന്ന എഞ്ചിൻ 8.4 അതിന് മുകളിലേക്കോ സപ്പോർട്ട് ചെയ്യുന്ന വേർഷൻസിന്റെ എഞ്ചിനാണെന്ന് ഉറപ്പുവരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ കാര്യങ്ങൾ. ലേസി ഒബ്ജക്റ്റ് ഒന്നുകൂടെ ഒന്ന് പറയാവോ? ലേസി ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ലേസി ഒബ്ജക്റ്റ് പറയുന്ന ഇതാണ്, നമ്മുടെ ഒരു ഒബ്ജക്റ്റിനെ ആക്സസ് ചെയ്യുന്നത് വരെ അതിന്റെ ഇനീഷ്യലൈസേഷൻ നടക്കില്ല. അഥവാ എപ്പോഴാണ് ആക്സസ് ചെയ്തത് അപ്പോഴാണ് ഇനീഷ്യലൈസേഷൻ നടക്കുന്നത്. അങ്ങനെയുള്ള ഒബ്ജക്ട്സിനെയാണോ ഈ ലേസി ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്? ലേസി ഒബ്ജക്ട് എന്ന് പറയുന്നത് ആ ഒരു കോൺസെപ്റ്റ് ഞാൻ ഇവിടെ വന്നുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ജസ്റ്റ് ആ ഒരു ടെർമിനോളജി ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഡിക്ലെയർ ചെയ്യാൻ അങ്ങനെ പറ്റില്ലേ? നമുക്കത് കൺസ്ട്രക്ടർ ആയിട്ടല്ലേ അതിനെ ശരിക്കും നമുക്ക് ഇനിഷ്യലൈസ് ചെയ്യുന്നത്? അതെ, കൺസ്ട്രക്ടർ ആണ് ആക്ച്വലി ലേസി ഒബ്ജക്ട്. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇൻ PHP the statement equivalent to add plus equal to add. നോർമലി സിമ്പിൾ ആയുള്ള ജാവാസ്ക്രിപ്റ്റ് അതേപോലെ ക്വസ്റ്റ്യൻ ചോദിക്കാം അല്ലെ. ആഡ് ഡോളർ സിമ്പിൾ ഉണ്ട് ഇവിടെ. ഡോളർ സിമ്പിൾ ആഡ് പ്ലസ് ഈക്വൽ ടു ഡോളർ സിമ്പിൾ ആഡ്. ഇതിന്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചു. പ്ലസ് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, A പ്ലസ് ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ A ഈക്വൽ ടു A പ്ലസ് ബി ആണ്. സോ ഇവിടുത്തെ ഓപ്ഷൻ പ്രകാരം ആൻസർ എന്ത് വരും, ഓപ്ഷൻ ബി വരും അല്ലെ. ആഡ് ഈക്വൽ ടു ആഡ് പ്ലസ് ആഡ്, അതിനെയാണ് നമ്മൾ ആഡ് പ്ലസ് ഈക്വൽ ടു ആഡ് എന്ന്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇൻ PHP which function will return true if a variable is an array and a false if it is not? നമുക്ക് അറേറ്റ് ബന്ധപ്പെട്ട ഒരുപാട് ഫംഗ്ഷൻസ് നമുക്കുണ്ട്. അറേയിലേക്ക് ഇൻസേർഷൻ ചെയ്യുന്നതും ഡിലീഷൻ, അറേന്ന് ഡിലീറ്റ് ചെയ്യുന്നതും, അതേപോലെ തന്നെ അറേയിലെ വാല്യൂസിനെ ആക്സസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഫംഗ്ഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതും അസോസിയേറ്റീവ് അറേക്കും പ്രത്യേകം പഠിച്ചിട്ടുണ്ട്, നോർമൽ ഇൻഡെക്സ് അറേക്കും പ്രത്യേകം പഠിച്ചിട്ടുണ്ട്. ആ ഫംഗ്ഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം കൂട്ടും കളക്ട് ചെയ്യുക. അപ്പൊ ഇവിടെ നമുക്ക് ഏതാ വരുന്നത്, ഒരു അറേയിലുള്ള അറേ വേരിയബിൾ ട്രൂ റിട്ടേൺ ചെയ്യും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫാൾസ്. ഈസ് അറേ അല്ലെ, അറേ ആണോ ചെക്ക് ചെയ്യുന്നത്, ഈസ് അറേ ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ഇൻ PHP ടു ഡിറ്റർമൈൻ വെദർ എ ക്ലാസ് എക്സിസ്റ്റ്? ഈസ് അറേ നമ്മൾ കണ്ടു. അതേപോലെ തന്നെ ക്ലാസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്? ജസ്റ്റ് എക്സിസ്റ്റ് എന്ന് പറഞ്ഞ മെത്തേഡ് ആണോ, എക്സിസ്റ്റ് അണ്ടർസ്കോർ ക്ലാസ് ആണോ, ക്ലാസ് അണ്ടർസ്കോർ എക്സിസ്റ്റ് ആണോ, അതേപോലെ തന്നെ എക്സിസ്റ്റ് അണ്ടർസ്കോർ എക്സിസ്റ്റ്. ഇവിടെ ഓപ്ഷൻ സി ആണ് വരുന്നത്. ക്ലാസ് അണ്ടർസ്കോർ എക്സിസ്റ്റ് എന്ന് പറഞ്ഞ മെത്തേഡ് ആണ്. ഒരു ക്ലാസ്
എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ. അതേപോലെ നോക്കുക അടുത്തൊരു ക്വസ്റ്റിന്, 6ാമത്തെ ക്വസ്റ്റിന്, വിച്ച് ഓഫ് ദ ഫോളോയിങ് PHP ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദ ടൈം വെൻ ദ ഫയൽ വാസ് ലാസ്റ്റ് മോഡിഫൈഡ്. നമ്മള് ഫയലുമായിട്ട് ബന്ധപ്പെട്ട ഫയല് ലാസ്റ്റ് മോഡിഫൈഡ്, അതേപോലെ തന്നെ ഫയല് ലാസ്റ്റ് ചേഞ്ച്ഡ്, അതേപോലെ തന്നെ ഫയല് ലാസ്റ്റ് ആക്സഡ്, ഇങ്ങനെ ഇതിനൊക്കെ സെപ്പറേറ്റ് ഫംഗ്ഷൻസ്. അപ്പൊ ഇതില് ഏതാണ് ഇതിന് മാച്ച് ആവുന്നത്, അഥവാ ഏത് PHP ഫംഗ്ഷൻ ആണ് ഒരു ഫയല് ലാസ്റ്റ് മോഡിഫൈഡ് ആയിട്ടുള്ളതിന്റെ ടൈം കിട്ടാനും വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു ഫയല് ലാസ്റ്റ് മോഡിഫൈഡ് ആയിട്ടുള്ള ടൈം എപ്പോഴാണ് ഉള്ളത് നമ്മൾ ഇതിൽ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചത്. ഓപ്ഷൻ സി ആണ്. ഫയൽ എം ടൈം ആണ്. എം ടൈം ആണ് മോഡിഫൈഡ്. ആ എം സ്റ്റാൻഡ്സ് ഫോർ മോഡിഫൈഡ് എന്ന് മനസ്സിലാക്കുക. ഓപ്ഷൻ സി നോക്കിയാൽ ഓപ്ഷൻ സി ആണ് ആൻസർ. ഫയൽ എം ടൈം അല്ലെ, ഒറ്റ വേർഡാണ്. അവിടെ ഒരു ഫയലിന്റെയും ടൈമിന്റെ ഇടയിൽ ഒരു എം ഉണ്ട്. അപ്പൊ ആ എം സൂചിപ്പിക്കുന്നത് എന്തിനാണ് മനസ്സിലാക്കുക, മോഡിഫൈഡിനെയാണ് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ലാസ്റ്റ് മോഡിഫൈഡ് ആണ്. സോ ലാസ്റ്റ് മോഡിഫൈഡ് എന്ന് പറയുമ്പോൾ ഫയൽ എം ടൈം ആണ്. അപ്പൊ അതേപോലെ തന്നെ വാലിഡ് ആയിട്ടുള്ള വേറെ 2 മെത്തേഡുകളും ഇവിടെ ഉണ്ട്. ഒന്ന് ഫയൽ എ ടൈം, മറ്റൊന്ന് ഫയൽ സി ടൈം. ഓക്കെ, ഫയൽ എ ടൈമും സി ടൈമും ആണ്. ഫയൽ എൽ ടൈം എന്ന് പറഞ്ഞൊരു മെത്തേഡ് കണ്ടിട്ടില്ല, ഇനി അങ്ങനെ ഒരു മെത്തേഡ് ഉണ്ടോ എന്ന് അറിയില്ല. ഇനി ഫയൽ സി ടൈമും എ ടൈമും റെപ്രസെന്റ് ചെയ്യുന്നതിനാണ്. ഇപ്പൊ സി ടൈം എന്ന് പറയുമ്പോൾ അത് ലാസ്റ്റ് ചേഞ്ച്ഡ് ആണ്. ചേഞ്ച് എന്നുള്ളതിന്റെ ഫസ്റ്റത്തെ ലെറ്റർ ആണ് സി അല്ലെ, അങ്ങനെ മനസ്സിലാക്കി. മോഡിഫൈഡ് ഫസ്റ്റ് ലെറ്റർ ആണ് എം. സോ ഫയൽ എം ടൈം മോഡിഫൈഡിനെയാണ്, ലാസ്റ്റ് മോഡിഫൈഡിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ലാസ്റ്റ് ചേഞ്ച്ഡ് എന്നാണെങ്കിൽ എന്താണ്, ഫയൽ സി ടൈം ആണ്. അതേപോലെ തന്നെ ഫയൽ എ ടൈം ഉണ്ട്. ഫയൽ എ ടൈം എന്ന് പറയുമ്പോൾ ആക്സസ്, അഥവാ ലാസ്റ്റ് ആക്സസ് ചെയ്ത ഫയൽ. ഓക്കെ, അതിന് വേണ്ടി ഫയൽ എ ടൈം. സോ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫയൽ എ ടൈം. എ സൂചിപ്പിക്കുന്നത് ആക്സസിനെയാണ്, സി സൂചിപ്പിക്കുന്നത് ചേഞ്ചിന്റെയാണ്. സോ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഫയൽ എ ടൈം എന്ന് പറയുമ്പോൾ ഫംഗ്ഷൻ റിട്ടേൺ ദ ലാസ്റ്റ് ആക്സസ് ടൈം ഓഫ് ദ സ്പെസിഫൈഡ് ഫംഗ്ഷൻ. ഓക്കെ, ലാസ്റ്റ് ആക്സസ് ടൈം ആണ്, ലാസ്റ്റ് ആക്സസ് ടൈം. അതേപോലെ തന്നെ ലാസ്റ്റ് ചേഞ്ച്ഡ് ടൈം ആണ് നമുക്ക് ഫയൽ സി ടൈമിൽ കിട്ടുക. അപ്പം ആ 3 ആക്ച്വലി വരുന്നത് ഫയൽ സി ടൈമും ഫയൽ എ ടൈമും ഫയൽ എം ടൈമും. ഫയൽ എൽ ടൈം ഇല്ല, പിന്നെ വേറെ കുറെ ഉണ്ട്. ഓക്കെ, ഫയൽ അതേപോലെ ടൈമൊന്നും വരാത്ത വേറെ ചെറിയ ചെറിയ ഫംഗ്ഷൻസ് ഉണ്ട്. സോ റിലേറ്റഡ് ആയിട്ടുള്ള 3 ഫംഗ്ഷൻസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ PHP's numerically indexed array begin with the position. അതൊക്കെ സിമ്പിൾ ആണ്, പക്ഷെ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതേ ക്വസ്റ്റ്യൻ തന്നെ വേറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. PHP's numerically indexed array begin with the position. നമുക്കറിയാം അല്ലെ, PHPയിൽ ഇൻഡെക്സ്ഡ് അറേ ആണെങ്കിൽ അതിന്റെ ഫസ്റ്റ് പൊസിഷൻ ഇൻഡെക്സ്ഡ് അല്ലെങ്കിൽ പിന്നെ അസോസിയേറ്റീവ് അറേ ഉള്ളത്. അസോസിയേറ്റീവിൽ നമ്മൾ കീ വാല്യൂ പെയർ എന്ന് പറയാം അല്ലെ, കീ ഉണ്ടാവും അതിന്റെ വാല്യൂ ഉണ്ടാവും. അപ്പൊ ഇവിടെ കീ എന്ന് പറയുമ്പോൾ ഡീഫോൾട്ട് ആയിട്ട് ഇന്റിജർ നമ്പേഴ്സ് ആണ്. സ്റ്റാർട്ടിങ് ഫ്രം 0 to അല്ലെ, അങ്ങനെ പോസിറ്റീവ് ആയിട്ടുള്ള നമ്പേഴ്സ് അല്ലേ. അപ്പൊ ഇവിടെ 0 ആണ് ബിഗിനിങ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ അല്ലെ. ഓപ്ഷൻ സി ആണ് ആൻസർ. ഒരു ന്യൂമറിക്കലി ഇൻഡെക്സ്ഡ് അറേന്റെ ഫസ്റ്റത്തെ പൊസിഷൻ ബിഗിനിങ് ഇൻഡെക്സ് അല്ലെ, ഫസ്റ്റ് പൊസിഷൻ പറഞ്ഞാൽ 0. Which of the functions is used to sort an array descending order? ഇതിൽ ഏതാണ് ഡിസെൻഡിങ് ഓർഡർ സോർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് വെച്ചോ. ഡിസെൻഡിങ് ഓർഡർ ഓപ്ഷൻ സി അല്ല, ഓപ്ഷൻ ഡി ആണ്. ധൈര്യം മാറിപ്പോയതാണ്. ഓപ്ഷൻ ഡി ആണ്. ആർ സോർട്ട് ആണ് വരുന്നത് അല്ലെ. ആർ സോർട്ട് ആണ് ഡിസെൻഡിങ് ഓർഡർ. അപ്പൊ ഇവിടെ നിങ്ങൾ ഇനി സോർട്ടുമായിട്ട് ബന്ധപ്പെട്ട അതിൽ എവിടെയും സംശയം വരുന്നത് ആ രീതിയിൽ പഠിച്ചു വെക്കുക. ജസ്റ്റ് സോർട്ട് എന്ന് മാത്രം പറഞ്ഞാൽ അസെൻഡിങ് ഓർഡറാണ്. അപ്പൊ ആ സോർട്ടിന്റെ മുന്നിൽ ഒരു 6 കൊടുത്തു കഴിഞ്ഞാൽ അത് റിവേഴ്സ് ചെയ്യുന്നുള്ള രീതിയിൽ മനസ്സിലാക്കാം. അപ്പൊ എന്താണ് ഡിസെൻഡിങ് ഓർഡർ ആണ്. അപ്പൊ സോർട്ട് ആർ സോർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോർട്ടും ആർ സോർട്ടും ഞാൻ ഒന്നിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ സോർട്ട് എന്ന് പറയുമ്പോൾ അസെൻഡിങ് ഓർഡർ ആണ്. ഡിസെൻഡിങ് ഓർഡർ ആണെങ്കിൽ ആ സോർട്ടിന്റെ മുന്നിൽ ജസ്റ്റ് ഒരു 6 കൊടുക്കാം, ആർ സോർട്ടായി. ഓക്കെ, ആർ സോർട്ട് എന്ന് പറയുമ്പോൾ അറേ ഡിസെൻഡിങ് ഓർഡറാണ്. ഇനി അസോസിയേറ്റീവ് അറേ ആണെങ്കിൽ അതിന് അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യാൻ ബേസ്ഡ് ഓൺ വാല്യൂ ആണെങ്കിൽ എ സോർട്ടാണ്. സോർട്ടിന്റെ മുന്നിൽ എ കൊടുത്താണ് എ സോർട്ട്. അഥവാ ഫസ്റ്റത്തെ ഏറ്റവും മേലത്തെ സോർട്ട് ഉണ്ടല്ലോ, അതിന് മുന്നിൽ എ കൊടുത്തു കഴിഞ്ഞാൽ എന്താവും, അത് അസോസിയേറ്റീവ് അറേനെ അസെൻഡിങ് ഓർഡറിൽ നമ്മൾ ഓർഡർ ചെയ്യുന്ന പോലെയാവും. പക്ഷെങ്കിൽ അവിടെ ഓർഡർ ചെയ്തതിന് ബേസ് ചെയ്തിട്ടാണ് അക്കോർഡിംഗ് ടു വാല്യൂ ആണ്. ഇനി അക്കോർഡിംഗ് ടു കീനെ ബേസ് ചെയ്തിട്ട് ചെയ്യണമെങ്കിൽ കെ സോർട്ട്. അപ്പൊ നമുക്ക് രണ്ടും സോർട്ട് എന്ന് പറഞ്ഞ ഫസ്റ്റ് ഏറ്റവും മുകളിൽ പറഞ്ഞ സോർട്ട് എന്ന് പറഞ്ഞ ഫസ്റ്റത്തിന്റെ തുടക്കത്തിൽ എ കൊടുക്കുന്നതും കെ കൊടുക്കുന്നതും. അപ്പം എയോ കെയോ വന്നു കഴിഞ്ഞാൽ
ഉറപ്പായിട്ടും അത് അസോസിയേറ്റീവ് അറേനെയാണ് അസെൻഡിങ് ഓർഡർ സോർട്ട് ചെയ്യുന്നത്. പക്ഷെങ്കിൽ എ ആണെങ്കിൽ അത് ബേസ്ഡ് ഓൺ വാല്യൂ ആണ്, കെ ആണെങ്കിൽ അത് ബേസ്ഡ് ഓൺ കീ ആണ്. അപ്പൊ കെ മാത്രം ഒന്ന് കീ ആയിട്ടൊന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ അതേപോലെ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ആ എന്റെയും എസിന്റെയും അല്ലെങ്കിൽ കെന്റെയും എസിന്റെയും അടിയിൽ 6 കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് അത് അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ആവും. ബാക്കി സെയിം ആണ് അല്ലെ. അപ്പം എ ആർ സോർട്ട് എന്ന് അസോസിയേറ്റീവ് അറേ ആണ്, അതിന് ഡിസെൻഡിങ് ഓർഡർ സോർട്ട് ചെയ്യുന്നു. എ ഉണ്ടായതുകൊണ്ട് അക്കോർഡിംഗ് ടു വാല്യൂ. അതേപോലെ കെ ആർ സോർട്ട് എന്ന് പറയുമ്പോൾ കെ ആയതുകൊണ്ട് തന്നെ അക്കോർഡിംഗ് ടു കീ ആണെന്ന് മനസ്സിലാക്കുക. ആർ എന്ന് പറയുമ്പോൾ അത് ഡിസെൻഡിങ് ഓർഡർ എന്ന് മനസ്സിലാക്കുക. ദെൻ കെ ആർ സോർട്ട് എന്ന് ഒന്നിച്ചു വന്നതുകൊണ്ട് അത് അസോസിയേറ്റീവ് അറേനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മനസ്സിലാക്കുക. അപ്പൊ ആ രീതിയിൽ കണക്ട് ചെയ്തിട്ട് മനസ്സിലാക്കി പഠിച്ചു വെക്കുക. 6 സോർട്ടും മാറിപ്പോകില്ല, ആ രീതിയിൽ മനസ്സിലാക്കി വെക്കുക. 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻ returns a text in title case from a variable? എങ്ങനെ അഥവാ ടൈറ്റിൽ കേസ് നമുക്ക് ഒരു ടെക്സ്റ്റ് റിട്ടേൺ ചെയ്യണമെങ്കിൽ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ഏതാണ്? യൂസി വേർഡ്സ് ഉണ്ട്, അതേപോലെ തന്നെ അപ്പർ ഉണ്ട്, ടു അപ്പർ ഉണ്ട്, യൂസി വേർഡ് ഉണ്ട്. ഓക്കെ, എ യൂസി വേർഡ്സ് ആണ്, ദെൻ അപ്പർ ആണ്, ദെൻ ടു അപ്പർ ആണ്, ദെൻ യൂസി വേർഡ് ആണ്. അപ്പൊ തന്നെ നമുക്ക് അവിടെ ഏകദേശം മനസ്സിലായില്ലേ ഏതാ ആൻസർ എന്നുള്ളത്? യൂസി വേർഡ്സ് ആണ്. പക്ഷെ ഇതും നോക്കിയാൽ നമ്മൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ PPT നമ്മൾ ഷെയർ ചെയ്യുന്ന മെറ്റീരിയൽ നോക്കിയിട്ടാണോ അത് നമ്മുടെ സ്ട്രിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കുറെ മെത്തേഡുകൾ പറയാം അല്ലെ. അപ്പൊ അതിൽ നമ്മൾ പ്രത്യേകം സ്ട്രിങ്ങിന്റെ നമ്മുടെ അപ്പർ കേസിലേക്കും ലോവർ കേസിലേക്കും കൺവേർട്ട് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് ഒരു 3-4 ഫംഗ്ഷൻ ഒന്നിച്ച് പറഞ്ഞായിരുന്നു. അപ്പൊ അതിലുള്ള ഒരു 3-4 ഫംഗ്ഷൻ കൂടെ ഞാൻ കൊടുത്തിട്ടുണ്ട്, 5 ഉണ്ട്. അപ്പൊ നോക്കാം, STR to lower, കൺവേർട്ട് ടു ലോവർ കേസ് ലെറ്റേഴ്സ്, എല്ലാം ലോവർ കേസിലേക്ക് ആവും. അതേപോലെ STR to upper ആണ്. ഇതൊക്കെ ഇവിടുത്തെ ഇപ്പൊ തന്നെ പഠിച്ചു വെക്കുക. ഇനി മാറിപ്പോയത് STR to ലോവറും STR to upper. STR ഉണ്ട് ടു ലോവറും ടു അപ്പറും വരുന്നത് ജാവാസ്ക്രിപ്റ്റിൽ നമുക്ക് അങ്ങനെ ആയിരിക്കും വരുന്നത്. പക്ഷേ PHP STR to ലോവറും STR to upper ആണ്. അപ്പൊ ഇനി മാറിപ്പോയത് ആ രീതിയിൽ പഠിച്ചു ലോവർ കേസിലേക്കും അപ്പർ കേസിലേക്കും കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള 2 ഓപ്ഷൻസ്. അതേപോലെ തന്നെ LC ഫസ്റ്റ് ഉണ്ട്, UC ഫസ്റ്റ് ഉണ്ട്. LC ഫസ്റ്റ് അറിയുമ്പോൾ കൺവേർട്ട് ഫസ്റ്റ് ക്യാരക്ടർ ഓഫ് സ്ട്രിംഗ് ടു ലോവർ കേസ് ആണ്. അതേപോലെ UC ഫസ്റ്റ് അറിയുമ്പോൾ അപ്പർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യാം ഫസ്റ്റ് ക്യാരക്ടർ. ഇനി UC വേർഡ് അല്ല, നമുക്ക് UC വേർഡ്സ് ആണ്. 5ാമതായിട്ടുള്ളത് UC വേർഡ്സ് ആണ്. കൺവേർട്ട് ദ ഫസ്റ്റ് ക്യാരക്ടേഴ്സ് ഓഫ് ഈച്ച് വേർഡിന്റെ സ്ട്രിംഗ് ടു അപ്പർ കേസ്. ഓരോ വേർഡിന്റെയും ഫസ്റ്റ് ലെറ്റർ എന്താണോ അപ്പർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ UC വേർഡ്സും യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇത്രയാണ് സ്ട്രിംഗില് സ്ട്രിംഗ് മെത്തേഡിൽ അപ്പർ ടു ലോവർ അല്ലെങ്കിൽ ലോവർ ടു അപ്പർ ആയിട്ട് അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് മെത്തേഡുകൾ ഇതൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ചോദിച്ചിട്ടുള്ളത് UC വേർഡ്സ് ആയിട്ട് ബന്ധപ്പെട്ട കോൺസെപ്റ്റ് ആണ്. സോ UC വേർഡ്സ് ആണ് ആൻസർ ആയിട്ട്. 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രിന്റിംഗ് കൺസ്ട്രക്ട് ഓർ ഫംഗ്ഷൻ അക്സെപ്റ്റ് മൾട്ടിപ്പിൾ പാരാമീറ്റേഴ്സ് ഇൻ PHP? താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏത് പ്രിന്റിംഗ് ഫംഗ്ഷൻ ഏത് ആണ് PHP-യിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്? മൾട്ടിപ്പിൾ പാരാമീറ്റേഴ്സ് പാസ് ചെയ്യാൻ പാടില്ല. എക്കോ ഉണ്ട്, പ്രിന്റ് ഉണ്ട്, അലേർട്ട് ഉണ്ട്, ആളൊക്കെ ഉണ്ട്. ഇവിടെ മനസ്സിലാക്കുക, അലേർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ആക്ച്വലി നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കൊടുത്താണ് അല്ലെ. അലേർട്ട് ആക്ച്വലി എവിടെ ജാവാസ്ക്രിപ്റ്റിൽ വരുന്നതാണ്. ദെൻ എക്കോയും പ്രിന്റും ആണ് അതല്ലേ. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഓപ്ഷൻ എന്താ വരുന്നത്? ഇവിടെ നമുക്കറിയാം എക്കോക്കാണ് നമുക്ക് മൾട്ടിപ്പിൾ പാരാമീറ്റേഴ്സ് പാസ് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രിന്റിൽ നമുക്ക് മൾട്ടിപ്പിൾ പാരാമീറ്റേഴ്സ് പാസ് ചെയ്യാൻ പറ്റില്ല, സിംഗിൾ പാരാമീറ്റേഴ്സ് ആണ് അറ്റ് എ ടൈമിൽ പാസ് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഇതൊക്കെ നമ്മൾ പഠിച്ചത് തന്നെയാണ്. ഇതിൽ ഫസ്റ്റത്തെ പോയിന്റ് നോക്കുക, എക്കോയിലും പ്രിന്റിലുള്ള സെക്കൻഡ് പോയിന്റ് നോക്കുക. സെക്കൻഡ് പോയിന്റിൽ പ്രിന്റിന്റെ സെക്കൻഡ് പോയിന്റ് പറയുന്നത് കനോട്ട് ടേക്ക് മൾട്ടിപ്പിൾ പാരാമീറ്റേഴ്സ്. പക്ഷെങ്കിൽ എക്കോ ആകുമ്പോൾ ഇറ്റ് ക്യാൻ ഔട്ട്പുട്ട് വൺ ഓർ മോർ സ്ട്രിംഗ്, അഥവാ നമുക്ക് ഒന്നിൽ കൂടുതൽ പാരാമീറ്റേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും, പാസ് ചെയ്യാൻ പറ്റും എക്കോയിലേക്ക്. പക്ഷെങ്കിൽ അത് പ്രിന്റിൽ പറ്റില്ല. 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇൻ PHP ഔട്ട് ഓഫ് ദ ഫോളോയിങ് വിച്ച് വൺ ഈസ് നോട്ട് എ വേരിയബിൾ സ്കോപ്പ്? ഇവിടെ വേരിയബിൾ സ്കോപ്പ് അല്ലാത്തത്. നമുക്ക് വേരിയബിളിന്റെ സ്കോപ്പുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് PHP-യിൽ അല്ലെ. അപ്പൊ ഇവിടെ PHP-യിൽ വേരിയബിൾ സ്കോപ്പ് അല്ലാത്തത് ഏതാണെന്ന് വെച്ചാൽ ഗ്ലോബല്, സ്റ്റാറ്റിക്, ലോക്കല്, എക്സ്റ്റേണൽ. ഇവിടെ ഗ്ലോബൽ നമുക്കറിയാം, ഗ്ലോബൽ നമ്മുടെ സ്കോപ്പ് ഉണ്ട് അല്ലെ. നോർമലി PHP-യിൽ നമുക്ക് ഐദർ ഗ്ലോബൽ എന്ന് പറഞ്ഞ സൂപ്പർ കീവേഡ് ഉണ്ട് അല്ലെ. അത് വെച്ചിട്ട് നമുക്ക് സൂപ്പർ ഗ്ലോബൽ കീവേഡ് വെച്ചിട്ട് നമുക്ക് എന്ത് പറ്റും, ഗ്ലോബലിന്റെ
റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫംഗ്ഷന്റെ പുറത്ത് ഔട്ട്സൈഡ് നമുക്ക് ഡിക്ലെയർ ചെയ്തിട്ടും ഗ്ലോബലിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിക്ലെയർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ലോക്കൽ എന്ന് പറയുമ്പോൾ ഒരു ഫംഗ്ഷന്റെ ഒരു മെത്തേഡിന്റെ ഉള്ളിൽ വരുന്നതാണ് ലോക്കൽ. സോ ലോക്കൽ നമ്മുടെ സ്കോപ്പ് ഉണ്ട്. ഒരു മെത്തേഡിന്റെ ഉള്ളിൽ നമ്മൾ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ അത് ലോക്കൽ സ്കോപ്പാണ്. ഇനി നമുക്ക് സ്റ്റാറ്റിക് സ്കോപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റും. സ്റ്റാറ്റിക് ആകുമ്പോൾ അതിന്റെ എന്ത് ചെയ്യും, വാല്യൂ റിട്ടൈൻ ചെയ്യും അല്ലെ. ലാസ്റ്റ് ആക്സസ് വാല്യൂ എന്താണോ അത് അവിടെ റിട്ടേൺ ചെയ്യും. സോ ഈ 3 സ്കോപ്പ് ഉണ്ട്. എക്സ്റ്റേൺ എന്ന് പറഞ്ഞ സ്കോപ്പ് നമുക്ക് എവിടെയുള്ളത്, സി പ്രോഗ്രാമിംഗിലുള്ളത് അല്ലെ. അപ്പോ നമുക്കിവിടെ എക്സ്റ്റേൺ ആണ് ഇവിടുത്തെ ആൻസർ വരുന്നത്, നോട്ട് എ വേരിയബിൾ സ്കോപ്പ്. 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇൻ PHP which of these is used for concatenation? PHP കോൺകാറ്റനേഷൻ വേണ്ടി യൂസ് ചെയ്യുന്നത് താഴെ കൊടുത്തതിൽ ഏതാണ് വെച്ചത്? ആസ്റ്ററിക് കൊടുത്തിട്ട്, പ്ലസ് കൊടുത്തിട്ട്, അപ്പൻഡ് കൊടുത്തിട്ട്, ഡോട്ട് കൊടുത്തിട്ട്. നമുക്ക് PHP നമുക്ക് ആസ്റ്ററിക് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? മൾട്ടിപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത്. 2 ആസ്റ്ററിക് യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാം പവർ കാണാനും യൂസ് ചെയ്യുന്നത്. സോ എക്സ്പ്രന്റ് കാണാനും യൂസ് ചെയ്യുന്നത് അല്ലെ. ഇവിടെ നോക്കിയാൽ സ്റ്റാർ അപ്പൊ അതിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, കോൺകാറ്റനേഷൻ അല്ല. ഇനി പ്ലസ് ആണെങ്കിലും, പ്ലസ് ആണെങ്കിൽ നമുക്ക് അഡീഷൻ ഓപ്പറേഷൻ ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ജാവാസ്ക്രിപ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്ലസ് എന്ന് പറയുമ്പോൾ കോൺകാറ്റനേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ അതിൽ പ്ലസ് ആണ് കോൺകാറ്റനേഷൻ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ PHP എന്തല്ല യൂസ് ചെയ്യുന്നത്, പ്ലസ് അല്ല യൂസ് ചെയ്യുന്നത്, നമ്മൾ ഡോട്ട് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ സാധാരണ കോഡുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഡോട്ട് ഓപ്പറേറ്ററെയാണ് കോൺകാറ്റനേഷൻ ഓപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ ആൻസർ എന്ന ഓപ്ഷൻ ചെയ്യാം. 13 നോക്കുക. വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട് ഓഫ് ദ ഫോളോയിങ് കോഡ്? താഴെ കൊടുത്തുള്ള കോഡിന്റെ ഔട്ട്പുട്ട് എന്താണ്? ഇവിടെ റെന്റ് ഈക്വൽ ടു 250 കൊടുത്തിട്ട്, റെന്റ് നമ്മുടെ വേരിയബിൾ ആണ്, അതിന്റെ വാല്യൂ കൊടുത്തിട്ട്, ദെൻ ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷൻ കൊടുത്തിട്ട് എക്സ്പെൻസസ്, അതില് അതർ എന്ന് പറഞ്ഞ ഒരു പാരാമീറ്റർ പാസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് റെന്റിന്റെ വാല്യൂ ഇവിടെ 250 പ്ലസ് അതർ കൊടുത്തിട്ടുണ്ട്. റിട്ടേൺ റെന്റ്, എക്സ്പെൻസസ് ഓഫ് 50 എന്ന് പറഞ്ഞാൽ നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത് എക്കോ റെന്റ്. അപ്പൊ നോക്കുക ഇത് എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുക, ഈ ഫംഗ്ഷൻ ഈ കോഡ് എവിടെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാം, ഏറ്റവും ഫസ്റ്റ് ലൈൻ എക്സിക്യൂട്ട് ചെയ്യും ആദ്യം അല്ലെ. റെന്റ് 250 എന്ന് പറഞ്ഞ അത് റെന്റ് ഈക്വൽ ടു 250, അഥവാ റെന്റിന്റെ വാല്യൂ എന്താവുന്നു 250 ആവുന്നു. 250 എന്ന് പറഞ്ഞ നമ്പർ ആവുന്നു അല്ലെ, വാല്യൂ ആവുന്നു റെന്റിന്റെ വാല്യൂ. ഇനി അതിനുശേഷം അടുത്ത ലൈൻ ഏതാണ്, എക്സ്പെൻസസ് ഓഫ് 50 എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കോളിംഗ് ആണ് എക്സിക്യൂട്ട് ചെയ്യാൻ. ആ ഫംഗ്ഷൻ കോളിംഗ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ എക്സ്പെൻസസ് അതർ എന്ന് പറഞ്ഞ ആ ഒരു ഫംഗ്ഷൻ സിഗ്നേച്ചറിലേക്ക് പോകുന്നു. അപ്പൊ ആ അതറിന്റെ വാല്യൂ ആയിട്ട് എന്ത് വരുന്നു, 50 വരുന്നു അല്ലെ. അഥവാ ഫംഗ്ഷനിലേക്ക് 50 പാസ് ചെയ്യുന്നു. എന്നിട്ട് ആ ഫംഗ്ഷന്റെ ഉള്ളിൽ വന്നിട്ട് റെന്റ് ഈക്വൽ, അവിടെ റെന്റ് പറഞ്ഞാൽ വീണ്ടും ഒരു പുതിയ വേരിയബിൾ ക്രിയേറ്റ് ആവുന്നു. അതിലേക്ക് എന്ത് ചെയ്യുന്നു, 250 എന്ന് പറഞ്ഞ വാല്യൂ പ്ലസ് അതറിന്റെ വാല്യൂ 50 ആണ്. 250 300 കൂട്ടുന്നു അല്ലെ. ആ 300 റെന്റിൽ സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് റിട്ടേൺ ചെയ്യുന്നു, റിട്ടേൺ റെന്റിനെ റിട്ടേൺ ചെയ്യുന്നു. എന്നിട്ട് അതിന് ശേഷമാണ് എക്കോ വർക്ക് ചെയ്യുന്നത്. എക്കോ റെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും, സിമ്പിൾ കോഡാണ് അല്ലെ. നമ്മുടെ കൺഫ്യൂഷൻ ഒക്കെ വേണ്ടി തന്നുള്ള കോഡാണ്, സിമ്പിൾ കോഡ്. അതിന്റെ ആൻസർ എന്ത് വരും, 250 വരും അല്ലെ. സോ 250 ആണ് ഇതിന്റെ ആൻസർ, ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇവിടെ നമുക്കറിയാം ഈ ഏറ്റവും മുകളിലുള്ള റെന്റ് അറിയുമ്പോൾ ഗ്ലോബൽ സ്കോപ്പാണ് അല്ലെ, ഗ്ലോബൽ സ്കോപ്പാണ് ഏറ്റവും മുകളിലുള്ള റെന്റ്. ഫംഗ്ഷന്റെ ഉള്ളിലുള്ളത് അറിയുമ്പോൾ ലോക്കൽ സ്കോപ്പാണ്. ആ ലോക്കൽ സ്കോപ്പിലുള്ള ആ റെന്റ് എന്ന വേരിയബിൾ ആ ഫംഗ്ഷൻ കയ്യിലോട് കൂടിയിട്ട് അവിടെ എന്ത് ചെയ്തു, അതിന്റെ സ്കോപ്പ് കഴിഞ്ഞു, അതിന് പുറത്തേക്ക് അത് കിട്ടൂല. അപ്പൊ നമ്മൾ പുറത്ത് എക്കോ റെന്റ് എന്ന് പറയുമ്പോൾ ഏത് റെന്റിനെയാണ് നമ്മൾ ആക്സസ് ചെയ്യുന്നത്, നമ്മുടെ ഗ്ലോബൽ റെന്റിനെയാണ്. ഗ്ലോബൽ റെന്റിന്റെ വാല്യൂ ഓൾറെഡി 250 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡീഫോൾട്ട് ആയിട്ട് വാല്യൂ അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ, സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ വാല്യൂ പ്രിന്റ് ആവും. ഒരിക്കലും ഫംഗ്ഷന്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ 300 എല്ലാം പ്രിന്റ് ആവും. ആ 300 എപ്പോൾ പ്രിന്റ് ആവും, എങ്ങനെയാണ് പ്രിന്റ് ആവും, ആ റിട്ടേൺ റെന്റിന് പകരം അവിടെ എക്കോ റെന്റ് കൊടുത്തു കഴിഞ്ഞാൽ 300 പ്രിന്റ് ആവും. കേസിൽ 250 ആണ് പ്രിന്റ് ആവുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 14 നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് വിത്ത് റിഗാർഡ്സ് ടു എക്കോ ആൻഡ് പ്രിന്റ്? എക്കോയും പ്രിന്റും വെച്ച് നോക്കുമ്പോൾ ഏതാണ് കറക്റ്റ്? എക്കോ ഈസ് എ കൺസ്ട്രക്ട് ആൻഡ് പ്രിന്റ് ഈസ് എ ഫംഗ്ഷൻ. ബി പറയുന്നത് എക്കോ ഈസ് എ ഫംഗ്ഷൻ ആൻഡ് പ്രിന്റ് ഈസ് എ കൺസ്ട്രക്ട്. രണ്ടും രണ്ട് രീതിയിൽ പറയുന്നത് അല്ലെ. എക്കോ കൺസ്ട്രക്ട് ആണ്, പ്രിന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതേപോലെ എക്കോ ഫംഗ്ഷൻ ആണ്, പ്രിന്റ് കൺസ്ട്രക്ട് എന്ന് പറയുന്നത്. ഇനി ഓപ്ഷൻ സി പറയുന്നത് ബോത്ത് ആർ ഫംഗ്ഷൻസ്. ഓപ്ഷൻ ഡി പറയുന്നത് ബോത്ത് ആർ കൺസ്ട്രക്ട്. ഓക്കെ, സോ ഇതിൽ ഏതായിരിക്കും ഓപ്ഷന്? ഇവിടെ പ്രിന്റും എക്കോയും തമ്മിൽ ഡിഫറൻസ് കിട്ടും അല്ലെ. അപ്പൊ ഇതിൽ പറഞ്ഞു നോക്കാം, ഇറ്റ് ക്യാൻ റിട്ടേൺ വിത്ത് പാരാമീറ്റേഴ്സ് ഓൺലി വെൻ സിംഗിൾ പാരാമീറ്റർ ഈസ് യൂസ്ഡ്. അതിന്റെ മീനിങ് എന്താ?
ഇറ്റ് ക്യാൻ റിട്ടേൺ വിത്ത് പാരാമീറ്റേഴ്സ് ഓൺലി വെൻ സിംഗിൾ പാരാമീറ്റർ ഈസ് യൂസ്. സിംഗിൾ പാരാമീറ്റർ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാരാമീറ്റേഴ്സ് ഇല്ല, സിംഗിൾ പാരാമീറ്റർ ആണെങ്കിൽ പാരാമീറ്റേഴ്സ് ചെയ്യാൻ പറ്റും. പാരാമീറ്റേഴ്സ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും, പാരാമീറ്റേഴ്സ് വെക്കാതെ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇറ്റ് ക്യാൻ ഓർ കനോട്ട് ബി റിട്ടേൺ വിത്ത് പാരാമീറ്റേഴ്സ് അല്ലേ? അപ്പം ഇവിടെ നോക്കിയാൽ ഇവിടെ ചോദിച്ചിട്ടുള്ളത് എക്കോയും പ്രിന്റും കൺസ്ട്രക്ട് ആണോ ഫംഗ്ഷൻ ആണോ എന്നുള്ളത് അതിന്റെ ഒരു ക്ലാരിറ്റിയാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മളെ എക്കോ പ്രിന്റ് ഇതൊക്കെ ഡീഫോൾട്ട് ആയിട്ടുള്ള ആക്ച്വലി ഫംഗ്ഷൻ പോലെ തന്നെയാണ് നമ്മൾ അറിയപ്പെടുന്നത്. പക്ഷെ ഇത് ഡീഫോൾട്ട് ആയിട്ടുള്ള PHP ഉള്ള കൺസ്ട്രക്റ്റുകളായിട്ടാണ് നമ്മൾ അറിയപ്പെടുന്നത്. ഓക്കെ, നമ്മളെ എക്കോയും പ്രിന്റും നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എക്കോന്ന് നിങ്ങൾ PHPയുടെ കമ്പൈലർ ഉണ്ടെങ്കിൽ ഓൺലൈൻ കമ്പൈലറിൽ നിങ്ങൾ എക്കോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡബിൾ കോട്ട്സിൽ നമ്മൾ ഒരു വാല്യൂ കൊടുത്തു നോക്കും, അത് പ്രിന്റ് ചെയ്ത് വരും. ഇനി പ്രിന്റിൽ കൊടുത്തു നോക്ക്, പ്രിന്റ് ചെയ്യും. ഇനി അതിന് പകരം പാരാമീറ്റർ കൊടുത്തു നോക്ക്, അപ്പോഴും പ്രിന്റ് ചെയ്യും. അതിന്റെ അർത്ഥം എന്താണ്? എക്കോയും പ്രിന്റും പാരാമീറ്റേഴ്സ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വർക്ക് ചെയ്യും. പാരാമീറ്റേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിന് എന്ത് മനസ്സിലായി? എക്കോയും പ്രിന്റും എന്തല്ല, ഫംഗ്ഷൻ അല്ല, കൺസ്ട്രക്ട് ആണല്ലോ. മനസ്സിലായല്ലോ? ഇവിടെ പറയാം, പ്രിന്റ് ആണെങ്കിലും എക്കോ ആണെങ്കിലും അത് ഫംഗ്ഷൻ മാത്രമാണ്, അല്ലെങ്കിൽ ബോത്ത് ആർ ഫംഗ്ഷൻ എന്ന് പറയും. എപ്പോ ഓൾവേസ് എക്കോയും പ്രിന്റും നമ്മൾ യൂസ് ചെയ്തത് വിത്ത് പാരാമീറ്റേഴ്സോട് കൂടിയിട്ടാണ്. എക്കോ എഴുതിയാണ്ട് ബ്രാക്കറ്റിന്റെ ഉള്ളിലാണ് നമ്മൾ വാല്യൂ കൊടുക്കുന്നത്, അല്ലെങ്കിൽ പ്രിന്റ് എഴുതിയാണ്ട് ബ്രാക്കറ്റിന്റെ ഉള്ളിലാണ് നമ്മൾ വാല്യൂ കൊടുക്കുന്നതെങ്കിൽ ആ സമയത്ത് മാത്രം അത് വർക്ക് ചെയ്യുള്ളെങ്കിൽ നമ്മൾ അതിനെ ഫംഗ്ഷൻ എന്ന് പറയും. നമുക്ക് ബ്രാക്കറ്റിൽ കൊടുക്കാണ്ട് പ്രിന്റ് ചെയ്യാൻ പറ്റും, ബ്രാക്കറ്റ് ഇല്ലാതെ എക്കോയും പ്രിന്റും രണ്ടും പ്രിന്റ് ചെയ്യാൻ പറ്റും. അത് രണ്ടും എന്താണ്? കൺസ്ട്രക്റ്റുകളാണ്. ഓക്കെ, ഇവിടെ ജസ്റ്റ് പറഞ്ഞത് കൺസ്ട്രക്ട്സ് ആർ പാർട്ട് ഓഫ് PHP's core syntax. PHPയുടെ കോർ സിന്റാക്സിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് കൺസ്ട്രക്റ്റുകൾ. ദേ ഡോണ്ട് റിക്വയർ പാരാമീറ്റേഴ്സ് അല്ലേ? ഡോണ്ട് റിക്വയർ ആണ്. അതിന്റെ അർത്ഥം ഒരിക്കലും പാരാമീറ്റേഴ്സ് ഉണ്ടാവില്ല എന്നല്ല, നമുക്ക് ആവശ്യമില്ല, നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, യൂസ് ചെയ്താലും അത് പ്രിന്റ് ചെയ്യും. ആൻഡ് ദേ ആർ നോട്ട് യൂസ്ഡ് ലൈക്ക് എ നോർമൽ ഫംഗ്ഷൻ. നോർമൽ ഫംഗ്ഷൻ നമുക്കറിയാലോ, ഫംഗ്ഷൻ ആകുമ്പോൾ എന്താവും? ബ്രാക്കറ്റ് ഓപ്പൺ, ബ്രാക്കറ്റ് ക്ലോസ്, സെമിക്കോളൻ. അങ്ങനെയല്ല ഏത് വർക്ക് ചെയ്യുന്നത്? PHPയിലുള്ള കൺസ്ട്രക്റ്റുകൾ വർക്ക് ചെയ്യുന്നത്. അപ്പൊ കൺസ്ട്രക്റ്റുകൾക്ക് എക്സാമ്പിൾ ആണ് എക്കോ, പ്രിന്റ്, ഇൻക്ലൂഡ്, റിക്വയർ. ഇതൊക്കെ ഈ IO ആയിട്ട് ബന്ധപ്പെട്ടാണ് ഈ നാല്, എക്കോയും പ്രിന്റും ഇൻക്ലൂഡും റിക്വയർ ഒക്കെ. അതേപോലെ തന്നെ കൺട്രോൾ സ്ട്രക്ചേഴ്സ് ഉണ്ട്. എല്ലാം ഞാൻ കൊടുത്തിട്ടില്ല, ജസ്റ്റ് ഓരോ ടൈപ്പൊന്നും അഥവാ ഓരോ കാറ്റഗറിന്നും ഒന്നോ രണ്ടോ കൺട്രോൾ സ്ട്രക്ചേഴ്സിന്റെ പേരെ കൊടുത്തത്. ഇപ്പൊ ഇഫ് ഉണ്ട്, ഇഫ് എൽസ് ഉണ്ട്, ഇഫ് എൽസ് ഇഫ് ഉണ്ട് അല്ലെ? അങ്ങനത്തെ അതെല്ലാം ഉണ്ട്. അതേപോലെ സ്വിച്ച് ഉണ്ട്, ലൂപ്പുകളിൽ ഉണ്ട്, ഫോർ ഉണ്ട്, ഫോർ ഈച്ച് ഉണ്ട്, വൈൽ ഉണ്ട്, ഡു വൈൽ ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ബ്രേക്ക്, കണ്ടിന്യൂ, റിട്ടേൺ, ഇതൊക്കെ എന്താണ്? കൺസ്ട്രക്റ്റുകളിൽ വരുന്നത്. ഓക്കെ, PHP കൺസ്ട്രക്റ്റുകളാണ്, PHP ഫംഗ്ഷൻസ് അല്ല. 15 which function add new element at the end of array. അറേന്റെ എൻഡിൽ എലമെന്റ്സിനെ ആഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ എന്ന് വെച്ചിട്ടുള്ളത് ഏതായിരിക്കും? ഓപ്ഷൻ A ആയിരിക്കും അല്ലെ? പുഷ് ആണല്ലോ നമ്മൾ എൻഡിൽ, അറേന്റെ എൻഡിലേക്ക് ആഡ് ചെയ്യാം അല്ലെ? പുഷ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഒരു അറേന്റെ എൻഡിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഷിഫ്റ്റ് ഉണ്ട്, ഷിഫ്റ്റ് ഉണ്ട്, പോപ്പ് ഉണ്ട്, ഇങ്ങനെയൊക്കെ വേറെ ഫങ്ഷൻസ് ഉണ്ട് അല്ലെ? അപ്പൊ അതിന് ഓരോന്നിന്റെ യൂസ് നമ്മൾ പഠിച്ചതാണ്, ഇവിടെ റിപ്പീറ്റ് ചെയ്യാം. നോക്കുക, പുഷ്, ജസ്റ്റ് പുഷ് എന്നല്ല, ശരിക്കും അറേ പുഷ് എന്ന് വരിക. പക്ഷെ ഇവിടുത്തെ ഓപ്ഷൻ പ്രകാരം നമുക്ക് അതാണ് മാച്ച് ആയി വരും അല്ലെ? സോ അറേ പുഷ് ആണ് ആക്ച്വലി എന്തിന് യൂസ് ചെയ്യുന്നത്? എൻഡ് ഓഫ് അറേയിലേക്ക് പുതിയ എലമെന്റിനെ ആഡ് ചെയ്യാം. അത് നമുക്ക് സിംഗിൾ എലമെന്റ് ആഡ് ചെയ്യാം, മൾട്ടിപ്പിൾ എലമെന്റ് ആഡ് ചെയ്യാം അല്ലെ? അപ്പം ഒന്നോ അതിൽ കൂടുതലോ എലമെന്റുകൾ ഒരു അറേന്റെ എൻഡിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് അറേ പുഷ്. അതേപോലെ തന്നെ അറേ അൺഷിഫ്റ്റ് നോക്കുക, രണ്ടാമത്തെ മെത്തേഡ്. ഈ പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ നോക്കുക, പ്രിപ്പന്റ് ആൻ എലമെന്റ് ടു ദ ബിഗിനിങ് ഓഫ് അറേ. അറേന്റെ ബിഗിനിങ്ങിലേക്ക് കൊടുക്കാൻ അൺഷിഫ്റ്റും എൻഡിലേക്ക് കൊടുക്കാൻ അറേ പുഷും ആണ്. അതേപോലെ തന്നെ അറേ പോപ്പ് നോക്കുക, റിമൂവ് ലാസ്റ്റ് ഐറ്റം ഓഫ് ആൻ അറേ. അതേപോലെ ഫസ്റ്റ് ഐറ്റം റിമൂവ് ചെയ്യാൻ അറേ ഷിഫ്റ്റും. അറേ ഷിഫ്റ്റും അൺഷിഫ്റ്റും മനസ്സിലാക്കി പഠിക്കുക. രണ്ടും ബിഗിനിങ് അല്ലെ, ഫസ്റ്റ് എന്നാണ്. അൺഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ അത് ഇൻസേർട്ട് ചെയ്യാനും അഥവാ എലമെന്റിനെ ആഡ് ചെയ്യാനും, വെറും ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ അത് ഷിഫ്റ്റ് ചെയ്യുക, അത് പുറത്തേക്കാകും അല്ലെ, റിമൂവ് ചെയ്യാനും. ഓക്കെ, ഈ അറേ മെത്തേഡുകളും സ്ട്രിംഗ് മെത്തേഡുകളും ഡേറ്റ് മെത്തേഡുകളും ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് പഠിക്കുക. ഈ ഒരു ഭാഗത്ത് നിന്ന് മാത്രമല്ല, മൊത്തം സിലബസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാൻ ശ്രമിക്കുക. നല്ല മാർക്ക് വേണം. താങ്ക് യു.